ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് അസ്നാൻ്റെ വീട്ടിലാണ്. പാക്ക് ചെയ്യുന്നിടത്താണ്. പാക്ക് ചെയ്തിട്ടിരിക്കുന്നതിനകത്തൊക്കെ ലേബൽ ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലേബൽ. അസ്ന ഇവിടെ ഇല്ല കേട്ടോ. അസ്നാൻ്റെ മോന് സുഖമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. കുഞ്ഞിന് പനിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഷോപ്പിലേക്ക് ചെറിയൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് പാക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് പാക്കറ്റുകളിലൊക്കെ ലേബലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ബോർഡ് അടിക്കാൻ എളുപ്പമായല്ലോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഇതെല്ലാം ലേബലിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വന്ന് പിന്നെ മക്കളെയൊക്കെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന ശേഷം കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എന്തിനാണ് പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കോസ്മെറ്റോളജിൻ്റെ കോഴ്സാണ് പഠിക്കുന്നത്. ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഡിപ്ലോമ കോഴ്സാണ് എടുത്തിരിക്കുന്നത്. മുമ്പൊക്കെ ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്നു കുറച്ചെങ്കിലും ബിസി ആവണം, എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആവരുതെന്ന്. പക്ഷേ ഇത്രയധികം ബിസി ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഫുള്ള് ബിസിയാണ്. രാവിലെ എണീറ്റാൽ രാത്രി ഉറങ്ങാൻ പോകുന്നിടം വരെയും ഒരേ തിരക്ക് തന്നെ കേട്ടോ. ഇത്രയും മാത്രം ബിസി ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ സമയങ്ങൾ, അതായത് മണിക്കൂറുകളും മിനിറ്റുകളും ഓരോന്നും നമുക്ക് വിലപ്പെട്ടതാട്ടോ. അത് മാക്സിമം നമുക്ക് വേണ്ടിയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അത് നമ്മളുടെ സംരംഭമോ നമ്മളുടെ ജോലികളൊക്കെ ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടുതൽ നമ്മൾ അവൈലബിൾ ആവാതിരിക്കുക കേട്ടോ. ഇതൊക്കെ എന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ വിചാരിക്കും. ഒന്നുമില്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അനുഭവങ്ങളും സാഹചര്യങ്ങളും ആണ് കേട്ടോ നമ്മളെ മാറ്റിമറിക്കുന്നത്. ഇപ്പോൾ ഓടാക്കിക്കൊണ്ടിരിക്കുന്ന ഐറ്റം കേട്ടോ പരിപ്പ് എന്ത് സാമ്പാർ പരിപ്പാണോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് എനിക്ക് അറിയുന്നില്ല കണ്ടിട്ട്. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള പരിപ്പാണ് കേട്ടോ ഈ തവണ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമേ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ഡെയിലി എത്ര രൂപ ഏൺ ചെയ്യുന്നുണ്ടെന്ന്. ഡെയിലി ഞാൻ സെയിലിന് എനിക്ക് പോകാൻ പറ്റാറില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് ഒന്നരാടെ എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സിന് പോകുമ്പോൾ അന്നത്തെ ദിവസമൊന്നും എനിക്ക് സപ്ലൈക്ക് പോകാൻ പറ്റാറില്ല. പിന്നെ ഓരോ കടകളിലും ഞാൻ പോകുന്ന വഴിക്കൊക്കെ കടകളുണ്ട്. അതും എനിക്കൊരു ഗുണം തന്നെയാണ്. ഞാൻ പോകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് വരാൻ നേരത്ത് ഐറ്റംസൊക്കെ തീർന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പോൾ പിന്നെ പോകുമ്പോൾ സാധനങ്ങൾ അങ്ങനെ ഷോപ്പിലേക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ വരുമാനം എന്നത് ചെറിയൊരു വരുമാനമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഡെയിലി പോകുന്നില്ലല്ലോ, അപ്പോൾ ഡെയിലിത്തെ വരുമാനം കൂട്ടാൻ പറ്റില്ല. ഞാൻ സെയിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ചെറിയൊരു വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം സോഡാപ്പൊടി നിറച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കടയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുക്ക സെയിലിനില്ലാത്ത ഐറ്റംസും ഞാൻ എടുത്തുകൊണ്ട് വന്ന് നമ്മളെ കടയിലേക്ക് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് സോയാബീൻ, എണ്ണയിലിട്ട് വറുക്കുന്ന കൊണ്ടാട്ടം, അങ്ങനെയുള്ള ഐറ്റംസ്, അതായത് പലചരക്ക് കടയിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് വേണ്ടതൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ കടയിലേക്ക് പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ചിപ്സ് എവിടെയാണ് ഹോൾസെയിലായിട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഒരുപാടിടത്തുണ്ട് കേട്ടോ അങ്ങനെ ചിപ്സിൻ്റെയൊക്കെ കമ്പനികൾ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള, അപ്പോൾ ഇപ്പോൾ നല്ല റേറ്റ് ആയിരിക്കും ചിപ്സിന്. എണ്ണയ്ക്ക് റേറ്റ് കൂടുതലാണല്ലോ. നമ്മുടെ മാർക്കറ്റിലും അതുപോലെ ചിപ്സ് വറുക്കുന്ന കമ്പനികളൊക്കെ ഉണ്ട്. ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുത്തിട്ട് റീറ്റെയിലായിട്ട് കൊടുക്കുന്ന ഒരു കൊച്ചു മുതലാളി ഒരു കമൻ്റ് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ സന്തോഷം തോന്നി, മനസ്സ് നിറഞ്ഞു. മുതലാളി എന്ന് കുറേ പേര് തമാശയ്ക്കാണെങ്കിലും വിളിക്കാറുണ്ട്. എനിക്കറിയാം ഞാൻ മുതലാളിയൊന്നും അല്ലെന്ന്. പിന്നെ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ തന്നെ പലരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഭയങ്കര ബിസിനസ്സും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ബിസിനസ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ കടയിലേക്കൊക്കെ സാധനങ്ങൾ ഞാൻ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ എടുത്തു കൊടുക്കുന്നതാണ്. ഡെയിലി രാവിലെ മക്കളെ സ്കൂളിൽ വിടാൻ പോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ കൈയും വീശ ഒന്നുമില്ല, വെറുതെ വരികയല്ല. അപ്പോൾ അവിടെ നിന്ന് അടുത്താണ് മാർക്കറ്റ്. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് കയറിക്കഴിഞ്ഞാൽ കടയിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറ്റും. അങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു ഹെൽപ്പ് നമ്മളെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നു. അത് ഒന്നും എൻ്റെ ബിസിനസ്സല്ല കേട്ടോ.
പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ട്, പ്രോത്സാഹനങ്ങൾ ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനിയും വീഡിയോസ് ചെയ്യാനാണെങ്കിലും നമ്മുടെ ബിസിനസ്സാണെങ്കിലും നമുക്ക് കാണിക്കുമ്പോൾ ഉള്ള സപ്പോർട്ട് നമുക്ക് ഭയങ്കര മെൻ്റൽ ഹെൽത്ത് കിട്ടുന്നുണ്ട്. പുറത്തുനിന്നൊന്നും അങ്ങനെ കിട്ടാറില്ല. നമ്മളെ കാണുന്നവർ എന്തിനാ നീ ഇങ്ങനെ കിടന്ന് ഓടുന്നത്, എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ഹാപ്പിനെസ്സാണ്, എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്, എൻ്റെ ഒരു വരുമാനമാണ്. ഏതെങ്കിലും ഒരു ഐറ്റം വെച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അത് ഏത് ഐറ്റം വെച്ച് തുടങ്ങും എന്നൊക്കെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹം അത് നമ്മൾ നടത്തിയെടുക്കുക. അതിപ്പോൾ എന്താ ഐറ്റം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളത് നിങ്ങൾക്കാണ് അറിയുക. അപ്പോൾ നമുക്ക് സ്പൈസസൊക്കെ ഇതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരിയുള്ള ഐറ്റംസൊക്കെ അതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ, അത്യാവശ്യം റേറ്റുണ്ട്. പിന്നെ ചെറിയ രീതിയിലൊന്നും തുടങ്ങണമെങ്കിലും നല്ലൊരു എമൗണ്ട് വേണം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെറിയൊരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏറെ കുറേ ആൾക്കാരും. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, എന്ത് ബിസിനസ് ചെയ്യും അങ്ങനെ ആലോചിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫീൽഡ് തിരഞ്ഞെടുത്ത്, അതിപ്പോൾ ഈ പാക്കിങ്ങോ അല്ലെങ്കിൽ സ്നാക്സിൻ്റെതോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഏതാണെങ്കിലും എല്ലാവർക്കും ഓരോ തൊഴിൽ വേണമല്ലോ, വരുമാനം വേണമല്ലോ. അപ്പോൾ അത് തിരഞ്ഞെടുത്ത് നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ലക്ഷ്യത്തിലെത്തും. നമ്മൾക്ക് ചെയ്യാൻ പറ്റും, എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റും. ഒന്നും തന്നെ നെഗറ്റീവായി ചിന്തിക്കാതിരിക്കുക, എല്ലാം പോസിറ്റീവായി ചിന്തിക്കുക. അപ്പോൾ തന്നെ നമുക്ക് മുന്നിലോട്ട് വരുന്ന മാർഗങ്ങളും വഴികളും ഒക്കെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും കേട്ടോ. ഇനി കാര്യങ്ങൾ ഒരുപാട് വലിച്ചു നീട്ടി ലാഗാക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാം കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, റിപ്ലൈ തരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ബോർഡൊക്കെ അടിച്ചത്. പിന്നെ ഇതാണ് കേട്ടോ ചികട, എൻ്റെ ഈ സൈഡിലിരിക്കുന്ന ഐറ്റമാണ് ചികട. എനിക്കിപ്പോൾ അത്യാവശ്യം മൂവിങ് ഉള്ളൊരു ഐറ്റമാണ്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.